ബാക്ക്ഗ്രൗണ്ട് ഓഫ് പ്രിൻസിപ്പിൾ ഓഫ് മാക്സിമം സോഷ്യൽ അഡ്വാൻറ്റേജ് ആണ് ഫസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. സോ ഡാൽട്ടൺസ് പ്രിൻസിപ്പിൾ ഓഫ് മാക്സിമം സോഷ്യൽ അഡ്വാൻറ്റേജിന് രണ്ട് കീ ടേംസ് ആണ് ഉള്ളത്. ഓക്കെ, രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന്, ടാക്സ് മൂലം ഉണ്ടാകുന്ന ബേർഡനും, രണ്ട്, പബ്ലിക് എക്സ്പെൻഡിച്ചർ മൂലം ഉണ്ടാകുന്ന ബെനിഫിറ്റും. ആ രണ്ട് ടേംസിനെ തിയറട്ടിക്കലി നമ്മൾ പറയുന്നത് മാർജിനൽ സോഷ്യൽ സാക്രിഫൈസ്, മാർജിനൽ സോഷ്യൽ ബെനിഫിറ്റ്. എസ് എഴുതുമ്പോൾ ഈ രണ്ട് കീ ടേംസ് ഇല്ലാതെ ആ എസ് നമുക്ക് പൂർണ്ണമാകില്ല. രണ്ട് ടേംസ് ആണ് മറന്നുപോയത്. മാർജിനൽ സോഷ്യൽ സാക്രിഫൈസ്, മാർജിനൽ സോഷ്യൽ ബെനിഫിറ്റ്. മാർജിനൽ മീൻസ് അഡീഷണൽ. സോ അഡീഷണൽ സോഷ്യൽ സാക്രിഫൈസും അഡീഷണൽ സോഷ്യൽ ബെനിഫിറ്റ് ആണ്. സോഷ്യൽ മീൻസ് ടു ദ സൊസൈറ്റി. സൊസൈറ്റിക്ക് ഉണ്ടാകുന്ന ബെനിഫിറ്റും ഉണ്ടാകുന്ന സാക്രിഫൈസും. വോട്ട് ഈസ് സാക്രിഫൈസ്? സാക്രിഫൈസ് എന്തിലൂടെയാണ് വരുന്നത്? സാക്രിഫൈസ് ഉണ്ടാകുന്ന വെച്ചാൽ ഒരു മെച്ചപ്പെട്ട ഒന്നിനു വേണ്ടി ഞാൻ സാക്രിഫൈസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്? ഗവൺമെന്റ് ഈസ് ഇമ്പോസിംഗ് ടാക്സസ് ഓൺ പീപ്പിൾ. അപ്പോ ഗവൺമെന്റ് സൊസൈറ്റിയുടെ മുകളിൽ അല്ലെങ്കിൽ ജനങ്ങളുടെ മേളിൽ പല രീതിയിലുള്ള ടാക്സുകൾ ഇമ്പോസ് ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ when a tax is imposed, ഒരു ടാക്സ് ചുമത്തുമ്പോൾ നമ്മളുടെ കയ്യിലുള്ള മൊത്തം വരുമാനത്തിന്റെ നിശ്ചിത ശതമാനം ടാക്സ് ആയിട്ട് വകയിരുത്തപ്പെടും. ബാക്കി എമൗണ്ട് മാത്രമേ നമുക്ക് പർച്ചേസിംഗ് പവർ ആയിട്ട് അല്ലെങ്കിൽ സ്പെൻഡിങ്ങിന് വേണ്ടി കിട്ടുകയുള്ളൂ. അതിനർത്ഥം ടാക്സ് ആയിട്ട് മാറ്റപ്പെടും തോറും നമ്മളുടെ സാക്രിഫൈസിംഗ് ആണ് അവിടെ കൂടിക്കൊണ്ടിരിക്കുന്നത്. ദാറ്റ് മീൻസ് ടാക്സ് റേറ്റ് കൂടുകയാണെങ്കിൽ സാക്രിഫൈസിംഗ് റേഷ്യോയും അവിടെ കൂടുകയാണ്, അല്ലെ? അതാണ് മാർജിനൽ സോഷ്യൽ സാക്രിഫൈസ് എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് മാർജിനൽ സോഷ്യൽ സാക്രിഫൈസ്? It is the amount of social sacrifice undergone by public due to the imposition of additional unit of tax. Additional unit of tax impose ചെയ്യുമ്പോൾ പബ്ലിക്കിനുണ്ടാകുന്ന എമൗണ്ട് ഓഫ് സോഷ്യൽ സാക്രിഫൈസിനെയാണ് മാർജിനൽ സോഷ്യൽ സാക്രിഫൈസ് എന്ന് വിളിക്കുന്നത്. ടാക്സ് ഗവൺമെന്റ് പബ്ലിക്കിന്റെ മുകളിൽ ഇമ്പോസ് ചെയ്യുമ്പോൾ പബ്ലിക്കിനുണ്ടാകുന്ന സോഷ്യൽ സാക്രിഫൈസ്, അതാണ് എന്ത് ചെയ്യുന്നത്. ബിക്കോസ് നമുക്കത് അടയ്ക്കാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ടാക്സ് ഇവേഷൻ ഒക്കെ ഉണ്ടാകുന്നത്, ടാക്സ് വെട്ടിക്കലൊക്കെ ഉണ്ടാകുന്നത്. എന്തുകൊണ്ടാണ്? ബിക്കോസ് വി ഫീൽ ദാറ്റ് ടാക്സ് ഈസ് എ ബർഡൻ. അതൊരു ഭാരമാണ്. നമ്മളുടെ സ്പെൻഡിങ്ങിന് വേണ്ടി നമ്മൾ നീക്കി വെക്കുന്ന തുകയാണ് ടാക്സ് കാരണം കുറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ടാക്സ് വെട്ടിക്കുന്നത്. ടാക്സ് അടയ്ക്കാതിരിക്കാനുള്ള പല മാർഗങ്ങൾ നോക്കുന്നത് അതുകൊണ്ടാണ്. സോ നമ്മളെ സംബന്ധിച്ചും ഈ ടാക്സ് എന്ന് പറയുന്നത് ഒരു സാക്രിഫൈസിംഗ് ആണ്, ത്യജിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. എന്നാൽ നമ്മൾ തിയറിയിൽ പറഞ്ഞതാണ്, എന്നാൽ അവിടെ നമുക്ക് എന്തുണ്ട്? ഇവിടെ ലോസ് ടാക്സിന്റെ ഫോമിൽ നമുക്കൊരു നഷ്ടം സംഭവിക്കുകയാണെങ്കിൽ ഇവിടെ പബ്ലിക് എക്സ്പെൻഡിച്ചറിലൂടെ നമുക്കൊരു നേട്ടവും ഉണ്ടാകുന്നുണ്ട്. അതിനെയാണ് മാർജിനൽ സോഷ്യൽ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. This sacrifice is converted as benefit in the form of public expenditure. Marginal social benefit. എന്താണ്? പബ്ലിക് എക്സ്പെൻഡിച്ചർ കൺഫേഴ്സ് ബെനിഫിറ്റ്സ്. ഇവിടെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് എന്താണ്? പബ്ലിക് എക്സ്പെൻഡിച്ചർ ആണ്. പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ എന്തൊക്കെ രീതിയിലാണ്? പെൻഷൻസ്, അലവൻസസ്, ഇൻഫ്രാസ്ട്രക്ചർ, കൺസ്ട്രക്ഷൻ എക്സെട്ര. അപ്പൊ ഇതൊക്കെ എന്താണ്? പബ്ലിക് എക്സ്പെൻഡിച്ചർ ആണ്. ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളുടെ ബെറ്റർമെന്റിന് വേണ്ടി പല രീതിയിൽ ഗവൺമെന്റ് നമ്മളിലേക്ക് ഈ തുക എത്തിക്കുന്നുണ്ട്. The benefit conferred on the society. സൊസൈറ്റിയിലേക്ക് വരുന്ന ബെനിഫിറ്റ് ആണ് by an additional unit of public expenditure. എന്തിലൂടെ? ഒരു യൂണിറ്റ് പബ്ലിക് എക്സ്പെൻഡിച്ചർ അഡീഷണൽ ആയിട്ട് സൊസൈറ്റിയിലേക്ക് വരുമ്പോ ആ പബ്ലിക് എക്സ്പെൻഡിച്ചറിലൂടെ സൊസൈറ്റിക്ക് കിട്ടുന്ന അഡീഷണൽ ബെനിഫിറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മാർജിനൽ സോഷ്യൽ ബെനിഫിറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോ അഡീഷണൽ യൂണിറ്റ് ഓഫ് ടാക്സ് ഇമ്പോസ് ചെയ്യുമ്പോൾ സൊസൈറ്റിക്ക് അഡീഷണൽ സോഷ്യൽ സാക്രിഫൈസ് ഉണ്ടാകുന്നു. അഡീഷണൽ യൂണിറ്റ് ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചർ സൊസൈറ്റിയിലേക്ക് വരുമ്പോ മാർജിനൽ സോഷ്യൽ ബെനിഫിറ്റും സൊസൈറ്റിക്ക് ഉണ്ടാകുന്നു. ഇത് തമ്മിലുള്ള ഡിഫറൻസ്, അതാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നെറ്റ് അഡ്വാൻറ്റേജ് എന്ന് വിളിക്കുന്നത്, അല്ലെ? അപ്പോ ഈ രണ്ട് കീ ടേംസ് ആണ് നമുക്ക് ആ തിയറിയിൽ പ്രധാനമായിട്ടും പറയാനുള്ളത്. ഏതൊക്കെയാണ്? മാർജിനൽ സോഷ്യൽ സാക്രിഫൈസ് ഓൺ ദി വൺ ഹാൻഡ് ഇൻ ദ ഫോം ഓഫ് സാക്രിഫൈസ്, and social benefit, marginal social benefit in the form of additional benefit, that is on the other hand. Okay,
When it is coinciding, there arise a point. When these 2 points are coinciding, ഇത് രണ്ടും കൂടെ ഒന്നിച്ചു ചേരുമ്പോൾ ഡിമാൻഡ് സപ്ലൈയും കൂടെ കോയിൻസൈഡ് ചെയ്യുന്നു, ഇന്റർസെക്ട് ചെയ്യുന്നു എന്ന് പറയുന്നത് പോലെ ഇത് രണ്ട് കർവുകളിലൂടെയാണ് നമ്മൾ കാണിക്കുന്നത്. ഇത് കോഎക്സിസ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇന്റർസെക്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു ഓപ്റ്റിമം ഉണ്ടാകും. ദാറ്റ് വിൽ മാക്സിമൈസ് സോഷ്യൽ അഡ്വാൻറ്റേജ്, അല്ലെങ്കിൽ നമ്മൾ എന്താ സോഷ്യൽ വെൽഫെയർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഈ രണ്ട് ടേംസ് ആണ് അതുമായിട്ട് ബന്ധപ്പെട്ട് കാണാറ് പഠിക്കേണ്ടത് രണ്ട് ടേംസ്. അപ്പൊ രണ്ട് കൺസെപ്റ്റുകളാണ് നമ്മൾ പറഞ്ഞത്. മാർജിനൽ സോഷ്യൽ സാക്രിഫൈസ് ഓൺ ദ വൺ ഹാൻഡ്, മാർജിനൽ സോഷ്യൽ ബെനിഫിറ്റ് ഓൺ ദി അതർ ഹാൻഡ്. ഫസ്റ്റ് വി മൂവ് ഓൺ ടു ഡിസ്കസിംഗ് അബൌട്ട് മാർജിനൽ സോഷ്യൽ സാക്രിഫൈസ്. സാക്രിഫൈസ് എന്ന് പറയുമ്പോൾ ടാക്സ് ഇമ്പോസ് ചെയ്യുമ്പോൾ സൊസൈറ്റി ഉണ്ടാകുന്ന അല്ലെങ്കിൽ പബ്ലിക്കിന് ഉണ്ടാകുന്ന സാക്രിഫൈസ് ആണ്. ഓക്കെ, എല്ലാം എഴുതി വെച്ചിരുന്നാണ്, നിങ്ങൾ ടെൻഷൻ ആവണ്ട. നമ്മൾ ഓരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. ഇൻക്രീസിംഗ് ടാക്സ് റിസൾട്ട് ഇൻ ലോസ് ഓഫ് യൂട്ടിലിറ്റി. നമ്മൾ പറഞ്ഞിരുന്നു ടാക്സ് ഇമ്പോസ് ചെയ്യുമ്പോൾ ഒരു ഡിസ്യൂട്ടിലിറ്റി ഉണ്ടാകുന്നു, പബ്ലിക് എക്സ്പെൻഡിച്ചർ ഉണ്ടാകുമ്പോൾ ഒരു യൂട്ടിലിറ്റി ഉണ്ടാകുന്നു. ഇത് തിയറിയിൽ നമ്മൾ പറഞ്ഞതാണ്. ആ ഡിസ്യൂട്ടിലിറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതെങ്ങനെയാണെന്നാണ് പറയാൻ പോകുന്നത്. ഒരു ടാക്സ്, അഡീഷണൽ ടാക്സ് ഇമ്പോസ് ചെയ്യുമ്പോൾ ലോസ് ഓഫ് യൂട്ടിലിറ്റി ഉണ്ടാകുന്നു. എങ്ങനെയാണത്? 1000 രൂപ എന്റെ കയ്യിലുണ്ട്, ഗവൺമെന്റ് ഇമ്പോസ് ചെയ്യുന്ന ടാക്സ് 10% ആണ്. സോ 1000ന്റെ 10% 100 രൂപ ഞാൻ എന്തായിട്ട് അടയ്ക്കണം? ടാക്സ് ആയിട്ട് ഗവൺമെന്റിൽ അടയ്ക്കണം. ബാക്കി എനിക്ക് എത്രയേ ഉള്ളൂ? 900 ഉള്ളൂ. എന്തിനു വേണ്ടി? പർച്ചേസ് ചെയ്യാൻ വേണ്ടി, സ്പെൻഡ് ചെയ്യാൻ വേണ്ടി. സോ മൈ പർച്ചേസിംഗ് പവർ ഡിക്രീസസ്. എന്റെ പർച്ചേസിംഗ് പവർ എന്ത് ചെയ്യുന്നു? കുറയുന്നു. അങ്ങനെ ഒരു വ്യക്തിക്കാണോ? അല്ല, മൊത്തം സൊസൈറ്റിയിലാണ് എന്ത് ചെയ്യുന്നത്? ഈ ടാക്സ് ഇമ്പോസ് ചെയ്യുന്നത്. ഈ അഡീഷണൽ ടാക്സ് അപ്പൊ മൊത്തത്തിൽ ഉണ്ടാക്കുന്ന മാറ്റം എന്താണ്? ടാക്സ് സബ്ജക്ട്സ് ടു ഇൻക്രീസിംഗ് മാർജിനൽ സോഷ്യൽ സാക്രിഫൈസ്. ഈ സാക്രിഫൈസ് ചെയ്യുന്നതിന്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നു ടാക്സ് കാരണം. എങ്ങനെ? ആസ് ടാക്സ് ഇമ്പോസ് ചെയ്യുമ്പോൾ സ്റ്റോക്ക് ഓഫ് മണി വിത്ത് ദ കമ്മ്യൂണിറ്റി ഡിക്രീസസ്. എന്താ സംഭവിക്കുന്നത്? എനിക്ക് 900 രൂപ എന്ന് പറയുന്നത് പോലെ ഓരോരുത്തരിലും എന്തുണ്ടാകുന്നുണ്ട്? ഈ ഒരു ഡിക്രീസിങ് ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ടോട്ടൽ കമ്മ്യൂണിറ്റിയെ നമ്മൾ എടുക്കുമ്പോൾ ഈ ടാക്സ് കാരണം എല്ലാവരിൽ നിന്നും 100 രൂപ വീതം എവിടേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്? ഗവൺമെന്റിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പൊ മൊത്തത്തിൽ എന്തുണ്ടാകുന്നത്? കമ്മ്യൂണിറ്റിയുടെ മൊത്തം സ്റ്റോക്ക് ഓഫ് മണി എന്ത് ചെയ്യുന്നുണ്ട്? കുറയുന്നുണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ആസ് ദ സ്റ്റോക്ക് ഓഫ് എ കമ്മോഡിറ്റി ഡിക്ലൈൻസ് മാർജിനൽ യൂട്ടിലിറ്റി വിൽ ഇൻക്രീസ്. അങ്ങനെയല്ലേ പറഞ്ഞേക്കുന്നത്? ഏതിന്റെയാണോ സ്റ്റോക്ക് കുറയുന്നത് അതിന്റെ മാർജിനൽ യൂട്ടിലിറ്റി കൂടുകയും ഏതിന്റെയാണോ സ്റ്റോക്ക് കൂടുന്നത് അതിന്റെ മാർജിനൽ യൂട്ടിലിറ്റി കുറയുകയും ചെയ്യുന്നു. ഡയമണ്ട് വാട്ടർ പാരഡോക്സ് ഒക്കെ വെച്ച് നമ്മളത് പഠിച്ചിട്ടുള്ളതാണ് അല്ലേ? സോ ആസ് ടാക്സ് ഇമ്പോസ് ചെയ്യുമ്പോൾ സ്റ്റോക്ക് ഓഫ് മണി വിത്ത് ദ കമ്മ്യൂണിറ്റിയുടെ മൊത്തം സ്റ്റോക്ക് ഓഫ് മണിയിൽ എന്ത് വരുന്നു? കുറവുണ്ടാകുന്നു. ആസ് എ റിസൾട്ട്, അതിന്റെ ഫലമായി മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി ഇൻക്രീസ് ചെയ്യുന്നു. സ്റ്റോക്ക് കുറഞ്ഞത് കാരണം മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി കൂടുന്നു. ആരുടെ യൂട്ടിലിറ്റിയാണ് കൂടുന്നത്? മണിയുടെ യൂട്ടിലിറ്റി കൂടുന്നു. ഇവൻച്വലി, അങ്ങനെയെങ്കിൽ ഗ്രാജുവലി എന്ത് സംഭവിക്കും? അഡീഷണൽ ടാക്സ് ക്രിയേറ്റ്. ഇത്തരത്തിൽ അഡീഷണൽ ആയിട്ട് ഇമ്പോസ് ചെയ്യുന്ന ടാക്സ് എന്ത് ക്രിയേറ്റ് ചെയ്യുന്നു? ഗ്രേറ്റർ എമൗണ്ട് ഓഫ് ഇമ്പാക്ട്. അല്ലെ? 900 രൂപയുടെ ഇഫക്റ്റ് ആദ്യം ഉണ്ടാക്കുന്നു. പിന്നീടുള്ള ടാക്സുകൾ അത്തരത്തിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റുകൾ കൂടി വരും, ഒരിക്കലും കുറയില്ല. കാരണം സ്റ്റോക്ക് ഓഫ് മണി ഡിക്രീസസ് eventually and it creates greater amount of impact and greater amount of sacrifice. നോക്കൂ, അതാണ് നമ്മൾ ഈ ഡയഗ്രത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഓരോ യൂണിറ്റ് ഓഫ് ടാക്സ് കൂടുന്നതിനനുസരിച്ചിട്ട് സാക്രിഫൈസ് ചെയ്യുന്നതിന്റെ റേറ്റ് കുറയുകയല്ല, കൂടുകയാണ്. കാരണം when we imposing a unit tax, when we imposing additional tax, stock of money with the community declining. As the stock of money declining, marginal utility increasing. So the impact on the society is increasing and the sacrificing also increasing. എന്ന് പറയുമ്പോൾ യൂണിറ്റ് ഓഫ് ടാക്സും സാക്രിഫൈസിംഗ് തമ്മിൽ പോസിറ്റീവ് റിലേഷൻ ആണ്. എക്സ് ആക്സിസിലും വൈ ആക്സിസിലും അടയാളപ്പെടുത്തിയിരിക്കുന്ന രണ്ട് വേരിയബിൾസ് തമ്മിൽ പോസിറ്റീവ് റിലേഷൻ ആണെങ്കിൽ കർവ് അപ്വേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കും. സപ്ലൈ കർവിനെ പോലെ ഒരു കർവാണ് നമുക്ക് കിട്ടുന്നത്. ഇമ്പാക്ട് ആൻഡ് സാക്രിഫൈസ് ഓൺ ദ സൊസൈറ്റി ഇൻക്രീസിംഗ്. ദാറ്റ് ഈസ് വൈ MSS കർവ് ഈസ് ഹാവിംഗ് ആൻ അപ്വേർഡ് സ്ലോപ്പിംഗ്. അതിലൂടെയാണ് MSS കർവിന് എന്ത് സ്ലോപ്പ് വന്നത്? അപ്വേർഡ് സ്ലോപ്പിംഗ് വന്നത്. ഒരു കർവാണ്. സോ നോക്കൂ, 0 to M1 ടാക്സ് റേറ്റ് കൂടുമ്പോൾ സാക്രിഫൈസ് എന്ന് പറയുന്നത് 0 to S1 ആണ്.
എന്നാൽ M1 M2 ആയിട്ട് ടാക്സ് കൂടുമ്പോൾ അഗെയിൻ ടാക്സ് ബേർഡൻ കൂടുകയാണ്. സോ സാക്രിഫൈസിങ് കുറയുന്നില്ല, സാക്രിഫൈസിങ് കൂടുന്നു. അപ്പൊ S1 വരെ ഇൻക്രീസ് ചെയ്ത സമയത്ത് എന്തായിരുന്നു സാക്രിഫൈസിങ്, അതിന്റെ ഗ്രേറ്റർ സാക്രിഫൈസിങ് ആണ് S2 എന്ന് പറഞ്ഞത്. കാരണം വീണ്ടും എന്ത് ചെയ്യുന്നു, സ്റ്റോക്ക് ഓഫ് മണി കുറയുന്നു, യൂട്ടിലിറ്റി കൂടുന്നു. സോ ഇമ്പാക്ട് കൂടുതലാണ്. വീണ്ടും ടാക്സ് ഇങ്ങനെ എത്ര തവണയായാലും ടാക്സ് കൂടുന്നതനുസരിച്ച് എന്ത് കൂടിക്കൊണ്ടേയിരിക്കും വൈ ആക്സിസില് സാക്രിഫൈസ് ചെയ്യുന്ന മാർജിനൽ സോഷ്യൽ സാക്രിഫൈസ് കൂടിക്കൊണ്ടേയിരിക്കും. ആ പോയിന്റുകളെ തമ്മിൽ നമ്മൾ കൂട്ടി വരയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അപ്വേർഡ് സ്ലോപ്പിംഗ് കർവാണ്. ദാറ്റ് കർവ് ഈസ് കാൾഡ് മാർജിനൽ സോഷ്യൽ സാക്രിഫൈസിംഗ് കർവ്. അടുത്ത രണ്ടാമത്തെ കോൺസെപ്റ്റ് മാർജിനൽ സോഷ്യൽ ബെനിഫിറ്റ്. സാക്രിഫൈസിന്റെ കാര്യം കഴിഞ്ഞു. അപ്വേർഡ് സ്ലോപ്പിംഗ് ആണ്, കാരണം യൂണിറ്റ് ഓഫ് ടാക്സ് കൂടുമ്പോൾ സാക്രിഫൈസ് ടു ദ സൊസൈറ്റി ഇൻക്രീസസ്. രണ്ട് മാർജിനൽ സോഷ്യൽ ബെനിഫിറ്റ് ആണ്. സൊസൈറ്റിക്കാണ് ബെനിഫിറ്റ്, സോഷ്യൽ ബെനിഫിറ്റ് ആണ്, അഡീഷണൽ സോഷ്യൽ ബെനിഫിറ്റ് ആണ്. എപ്പോഴാണ് ഉണ്ടാകുന്നത്? അഡീഷണൽ യൂണിറ്റ് ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചർ കമ്മിങ് ടു ദി സൊസൈറ്റി. സിമ്പിൾ. എന്താണ് പബ്ലിക് എക്സ്പെൻഡിച്ചർ സബ്ജക്റ്റിംഗ് ടു ഡിമിനിഷിംഗ് മാർജിനൽ സോഷ്യൽ ബെനിഫിറ്റ്? അതാണ് അതിന്റെ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, പബ്ലിക് എക്സ്പെൻഡിച്ചർ കൂടുമ്പോൾ മാർജിനൽ സോഷ്യൽ ബെനിഫിറ്റ് കുറയുന്നു. മാർജിനൽ യൂട്ടിലിറ്റി, ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി തിയറി നിങ്ങൾ പഠിച്ചിട്ടില്ലേ? എന്താ നമ്മൾ പറയുന്നത്? when we consuming more and more unit of a particular commodity, its marginal utility goes on diminishing. അപ്പൊ ഒരു കമോഡിറ്റിയുടെ അഡീഷണൽ യൂണിറ്റ് കൺസ്യൂം ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്ന ബെനിഫിറ്റ് അഥവാ യൂട്ടിലിറ്റി എന്ത് ചെയ്തുകൊണ്ടിരിക്കും? കുറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മൾ സാക്രിഫൈസിന്റെ കേസിൽ രണ്ട് വേരിയബിൾസ് തമ്മിൽ പോസിറ്റീവ് റിലേഷൻ ആണ് പറഞ്ഞത്. പക്ഷെ ഇവിടെ പബ്ലിക് എക്സ്പെൻഡിച്ചറും സോഷ്യൽ ബെനിഫിറ്റും തമ്മിൽ ഇൻവേഴ്സ് റിലേഷൻ ആണ്. കാരണം പബ്ലിക് എക്സ്പെൻഡിച്ചർ കൂടുമ്പോൾ മാർജിനൽ സോഷ്യൽ ബെനിഫിറ്റ് കുറയുന്നു. ഒന്ന് കൂടുമ്പോൾ അടുത്തത് കുറയുന്നു. നോക്കൂ, പബ്ലിക് എക്സ്പെൻഡിച്ചർ സബ്ജക്ട് ടു ഡിമിനിഷിംഗ് മാർജിനൽ സോഷ്യൽ ബെനിഫിറ്റ്. ജസ്റ്റ് ആസ് മാർജിനൽ യൂണിറ്റ് ഫ്രം എ കമോഡിറ്റി. ആരെ പോലെ തന്നെ? ഒരു കമോഡിറ്റിയുടെ മാർജിനൽ യൂട്ടിലിറ്റി പോലെ തന്നെ ഡിമിനിഷിംഗ് ആസ് മോർ യൂണിറ്റ് ഓഫ് ഇറ്റ് മെയ്ഡ് അവൈലബിൾ ടു ഹിം. കൂടുതൽ കമോഡിറ്റി അവൈലബിൾ ആകുമ്പോൾ, ആർക്ക്? ഒരു കൺസ്യൂമറിന് അവൈലബിൾ ആകുമ്പോൾ ആ കമോഡിറ്റിയിൽ നിന്നുള്ള മാർജിനൽ യൂട്ടിലിറ്റി എന്ത് ചെയ്തുകൊണ്ടേയിരിക്കും? കുറഞ്ഞുകൊണ്ടിരിക്കും, ഡിക്ലൈൻ ചെയ്യുന്നു. അതാണ് ആരോ ഉപയോഗിച്ച് സൂചിപ്പിച്ചിരിക്കുന്നത്, ഡിക്ലൈൻ ചെയ്യുന്നു. സോഷ്യൽ ബെനിഫിറ്റ് ഓഫ് ഈച്ച് അഡീഷണൽ യൂണിറ്റ്. ഓരോ യൂണിറ്റ് പബ്ലിക് എക്സ്പെൻഡിച്ചറിൽ നിന്നും കിട്ടുന്ന സോഷ്യൽ ബെനിഫിറ്റ് ഡിക്ലൈനിങ് ആസ് മോർ യൂണിറ്റ് ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചർ ആർ സ്പെൻഡ്. കൂടുതൽ പബ്ലിക് എക്സ്പെൻഡിച്ചർ സ്പെൻഡ് ചെയ്യുമ്പോൾ, ആര് സ്പെൻഡ് ചെയ്യുമ്പോൾ? ഗവൺമെന്റിന് സ്പെൻഡ് ചെയ്യുമ്പോൾ. ബെനിഫിറ്റ് ആർക്കാണ് വരുന്നത്? സൊസൈറ്റിക്കാണ് വരുന്നത്. എന്നാൽ ആ ബെനിഫിറ്റ് വരുന്ന തോത് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? കുറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മൾ ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി തിയറിയിൽ പറഞ്ഞ പോലെ തന്നെയാണ്. കാരണം ഇൻ ദ ഫസ്റ്റ് സ്റ്റേജ് ദ ഗവൺമെന്റ് സ്പെൻഡ് ഓൺ മോസ്റ്റ് എസെൻഷ്യൽ സോഷ്യൽ ആക്ടിവിറ്റീസ്, അല്ലെ? പ്രയോറിറ്റി അനുസരിച്ചിട്ടാണ്. ഇപ്പൊ നമ്മളുടെ ഒരു ഫെഡറൽ സംവിധാനമാണ്, നമുക്കൊരു 3 ടയർ സിസ്റ്റം ആണ്. സോ സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ്, ലോക്കൽ സെൽഫ് ഗവൺമെന്റ് എന്ന രീതിയിൽ ഒരു ലെവൽസ് ഓഫ് ഗവൺമെന്റ് ഉണ്ട്, ഡിഫറെന്റ് ലെവൽസ് ഓഫ് ആക്ടിവിറ്റീസ് ഉണ്ട്, ഫണ്ടിങ് ഉണ്ട്. അപ്പൊ നമ്മൾ കുറെ പ്രപ്പോസൽസ് വെക്കുന്നു, എല്ലാത്തിനും അടപടലെ അംഗീകരിക്കുകയല്ല ചെയ്യുന്നത്. പിന്നെ എന്താ ചെയ്യുക? നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യും, അല്ലെ? ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഇപ്പൊ എന്താ നടപ്പാക്കണ്ടേ? അപ്പൊ ഇപ്പോഴത്തെ ഒരു കൊറോണ പീരീഡ് ആണ്. നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഇന്നോവേഷൻസും ഏറ്റവും കൂടുതൽ ഫണ്ടിങ്ങും വേണ്ടുന്നത് മെഡിക്കൽ ഫീൽഡിലാണ്. സോ നമ്മൾ എന്താ ചെയ്യുന്നത്? പബ്ലിക് എക്സ്പെൻഡിച്ചർ എല്ലാം വരുന്നത് മെഡിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ ആയിട്ടും മെഡിസിൻസിനും ഫാർമസ്യൂട്ടിക്സിനും വേണ്ടിയിട്ടായിരിക്കും എന്ത് വരിക? കൂടുതൽ ഫണ്ടിങ് വരിക. ബിക്കോസ് വി പ്രയോറിറ്റൈസ്, ഗവൺമെന്റ് പ്രയോറിറ്റൈസ് ചെയ്യുന്നു. കൂടുതൽ ഫണ്ട് ഏതിനാണ് അലോക്കേറ്റ് ചെയ്യുന്നത്? ബാക്കിയുള്ളതിന് അത്ര ഇമ്പോർട്ടന്റ് ഇപ്പോഴത്തെ സാഹചര്യത്തിലില്ല. സോ അത് മാറ്റിവെക്കാം. ഓക്കെ, അപ്പോൾ അവിടെ മാർജിനൽ യൂട്ടിലിറ്റി വളരെ കൂടുതലായിരിക്കും. എന്നാൽ താഴേക്ക് വരുമ്പോൾ മോസ്റ്റ് എസെൻഷ്യൽ കഴിഞ്ഞിട്ട് താഴേക്ക് വരുമ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ലെസ് ഇമ്പോർട്ടന്റ് ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി എന്ത് ചെയ്യും? കുറഞ്ഞു വരും. സിമ്പിൾ. എന്താണ്? ഫസ്റ്റ് സ്പെൻഡ് ഓൺ മോസ്റ്റ് എസെൻഷ്യൽ സോഷ്യൽ ആക്ടിവിറ്റീസ് ആൻഡ് സബ്സിക്വന്റ് എമൗണ്ട് വീണ്ടും താഴേക്ക് വരുമ്പോൾ സ്പെൻഡ് ഓൺ ലെസ് ഇമ്പോർട്ടന്റ് ആക്ടിവിറ്റീസിലേക്കായിരിക്കും സ്പെൻഡ് ചെയ്യുക. Therefore, marginal social benefit curve slopes downward. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഒന്ന് കൂടുന്നു, മറ്റൊന്ന് കുറയുന്നു. രണ്ട് ആക്സിസിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന വേരിയബിൾസ് തമ്മിൽ ഇൻവേഴ്സ് റിലേഷൻ ആണെങ്കിൽ കർവ് എപ്പോഴും എന്തായിരിക്കും? ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കും. ആസ് വി സീൻ ഇൻ ദി ഡിമാൻഡ് കർവ്. പ്രൈസും ഡിമാൻഡും തമ്മിൽ ഇൻവേഴ്സ് റിലേഷൻ ആയതുകൊണ്ട് ഡിമാൻഡ് കർവ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. ഇവിടെ യൂണിറ്റ് ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചറും ബെനിഫിറ്റും മാർജിനൽ സോഷ്യൽ ബെനിഫിറ്റും തമ്മിൽ ഇൻവേഴ്സ് റിലേഷൻ ആയതുകൊണ്ട് the curve become downward sloping. M1 യൂണിറ്റ് ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചർ ആയിരുന്നപ്പോൾ
നമ്മളുടെ ബെനിഫിറ്റ് എത്രയായിരുന്നു? OB1 ആയിരുന്നു. നേരത്തെ പോലെയല്ല, ഇപ്പൊ ഇവിടെയാണ് B1. ഓക്കെ, വീണ്ടും M2 യൂണിറ്റ് ആയിട്ട് പബ്ലിക് എക്സ്പെൻഡിച്ചർ കൂടിയപ്പോൾ ബെനിഫിറ്റ് B1ൽ നിന്നും B2ലേക്ക് കുറഞ്ഞു. വീണ്ടും M2വിൽ നിന്ന് M3യിലേക്ക് പോയപ്പോൾ B2വിൽ നിന്നും B3യിലേക്ക് വീണ്ടും കുറഞ്ഞു. സോ ഇവിടെ പബ്ലിക് എക്സ്പെൻഡിച്ചർ കൂടുന്നതോടെ എന്ത് ചെയ്യുന്നു? ബെനിഫിറ്റ് കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. സോ B1, B2, B3 എന്നും പറഞ്ഞ് ബെനിഫിറ്റ് ആയതുകൊണ്ടാണ് B ഉപയോഗിച്ചിരിക്കുന്നത്. സോ the curve become downward sloping. അപ്പോ സാക്രിഫൈസിന്റെ കേസിൽ നമ്മൾ പറഞ്ഞത് പോസിറ്റീവ് റിലേഷൻ ആണ്, ബെനിഫിറ്റിന്റെ കേസിൽ നമ്മൾ പറഞ്ഞത് നെഗറ്റീവ് റിലേഷൻ ആണ്. അപ്പൊ ഒരു കർവ് അപ്വേർഡ് സ്ലോപ്പിംഗും ഒരു കർവ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കും. ഓഫ് കോഴ്സ് ഈ രണ്ട് കർവും കൂടെ മെറ്റ് ചെയ്യുമ്പോൾ വൺ പർട്ടിക്കുലർ പോയിന്റിൽ രണ്ടും കൂടെ കോയിൻസൈഡ് ചെയ്യും. അവിടെ എന്താകും? ഓപ്റ്റിമം ആകും. അതാണ് നമ്മൾ ഇനി വരയ്ക്കാനായിട്ട് പോകുന്നത്. സോ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു, മാർജിനൽ സോഷ്യൽ ബെനിഫിറ്റ് ആൻഡ് മാർജിനൽ സോഷ്യൽ സാക്രിഫൈസ്. ഇനി എങ്ങനെയാണ് പോയിന്റ് ഓഫ് മാക്സിമം സോഷ്യൽ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ നെറ്റ് അഡ്വാൻറ്റേജ് അതെന്താണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, സോ രണ്ട് കർവുകൾ നമ്മൾ മുൻപ് ഡിറൈവ് ചെയ്ത രണ്ട് കർവുകളും ഇവിടെ കോയിൻസൈഡ് ചെയ്യുന്നുണ്ട്. വി ഹാവ് എ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് മാർജിനൽ സോഷ്യൽ ബെനിഫിറ്റ് കർവ് ആൻഡ് an upward sloping marginal social sacrifice curve. At one particular point it coincide at point P, and at this point OQ level of taxation and public expenditure are undertaken, and OR level of marginal social sacrifice and benefit will achieve. Okay, ഈ സാക്രിഫൈസും ബെനിഫിറ്റും ഈക്വൽ ആകുന്ന പോയിന്റ് ആണ് P എന്ന് പറയുന്നത്. ശ്രദ്ധിക്കൂ, നെറ്റ് അഡ്വാൻറ്റേജ് ഈസ് മാക്സിമൈസ്ഡ് അറ്റ് ദ പോയിന്റ് വെയർ MSB cuts MSS curve. നെറ്റ് അഡ്വാൻറ്റേജ് മാക്സിമം ആകുന്ന പോയിന്റ് എന്ന് പറയുന്നത് MS എന്താണ് പറഞ്ഞത്? മാർജിനൽ സോഷ്യൽ ബെനിഫിറ്റും മാർജിനൽ സോഷ്യൽ സാക്രിഫൈസും കൂടി കട്ട് ചെയ്യുന്ന പോയിന്റിലാണ്. അപ്പം അതിന് മുൻപെന്ത്, അതിന് ശേഷമെന്ത്, അത് നമ്മൾ ഡിസ്കസ് ചെയ്താൽ പിയുടെ പ്രാധാന്യം നമുക്ക് മനസ്സിലാവും. പിക്ക് മുമ്പ് ഏത് കർവാണ് മുകളിൽ, ഏത് കർവാണ് താഴെ? പിക്ക് മുകളിൽ വരുന്നത് മാർജിനൽ സോഷ്യൽ ബെനിഫിറ്റ് കർവും പിക്ക് താഴെ വരുന്നത് മാർജിനൽ സോഷ്യൽ സാക്രിഫൈസ് കർവുമാണ്. സോ സാക്രിഫൈസ് കുറവും ബെനിഫിറ്റ് കൂടുതലുമാണ്. ഒരിക്കലും ഈ പോയിന്റിൽ ഒന്നും തന്നെ എന്ത് ചെയ്യത്തില്ല, ടാക്സേഷനും പബ്ലിക് എക്സ്പെൻഡിച്ചറും സ്റ്റോപ്പ് ചെയ്യത്തില്ല. ചെയ്യൂ? ഇല്ല. ഒരു റാഷണൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എവിടെ വരെ പോകും? പി എന്ന് പറയുന്ന പോയിന്റ് വരെ പോകും. ബിക്കോസ് ആ പോയിന്റ് വരെയും സ്ക്വീസ് ചെയ്യാൻ പറ്റുന്ന പരമാവധി എന്താണ് വെൽഫെയർ അറ്റൈൻ ചെയ്യാനല്ലേ ശ്രമിക്കത്തുള്ളൂ. അങ്ങനെയല്ലേ? അപ്പോ നമ്മൾ ഇവിടെ ഈ P1 ഒന്നും എന്ത് ചെയ്യില്ല, സ്റ്റോപ്പ് ചെയ്യത്തില്ല. ഓക്കെ, എന്നിട്ട് നമ്മൾ എവിടെ വരെ അറ്റൈൻ ചെയ്യും? ഈ ഒരു ഗ്യാപ്പ് സൂചിപ്പിക്കുന്നത് ഇവിടെ വരെയുള്ള ഒരു ഗ്യാപ്പ് സൂചിപ്പിക്കുന്നത് S1 എന്താണ്? മാർജിനൽ സോഷ്യൽ സാക്രിഫൈസും P1 എന്ന് പറയുന്നത് മാർജിനൽ സോഷ്യൽ ബെനിഫിറ്റുമാണ്. സോ ഈ ഗ്യാപ്പ് സൂചിപ്പിക്കുന്നത് എന്താണ്? മാർജിനൽ സോഷ്യൽ ബെനിഫിറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ മാർജിനൽ സോഷ്യൽ സാക്രിഫൈസ് എന്നുള്ളതാണ്. അപ്പൊ സാക്രിഫൈസിനെക്കാട്ടിലും ബെനിഫിറ്റ് കൂടുതൽ. അപ്പൊ ഇവിടെ സ്റ്റോപ്പ് ചെയ്യത്തില്ല, വീണ്ടും കണ്ടിന്യൂ ചെയ്യും. കണ്ടിന്യൂ ചെയ്ത് അപ് ടു പോയിന്റ് P വരെ പോകും. പിയിൽ ചെന്ന് കഴിഞ്ഞാൽ അറ്റ് പോയിന്റ് P MSB ഈക്വൽസ് MSS. ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്യും. ഇവിടെ സ്റ്റോപ്പ് ചെയ്തേ പറ്റൂ, ബിക്കോസ് ഇതാണ് ഓപ്റ്റിമം പോയിന്റ്. ഇതിന് ശേഷം നോക്ക്, സോഷ്യൽ സാക്രിഫൈസ് കർവ് മുകളിലും പോയി, ബെനിഫിറ്റ് കർവ് താഴെയും വന്നു. ഓക്കെ, അപ്പോ മാർജിനൽ സോഷ്യൽ സാക്രിഫൈസ് എന്ന് പറഞ്ഞാൽ എന്ത് കാരണം ഉണ്ടാകുന്നതാണ്? ഇമ്പോസിഷൻ ഓഫ് ടാക്സ്. ബെനിഫിറ്റ് എന്ത് കാരണം ഉണ്ടാകുന്നതാണ്? അഡീഷണൽ എക്സ്പെൻഡിച്ചർ. സോ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള പബ്ലിക് എക്സ്പെൻഡിച്ചറിൽ നിന്നും കിട്ടുന്ന ബെനിഫിറ്റ് കുറയുകയും ടാക്സ് കാരണം ഉണ്ടാകുന്ന സാക്രിഫൈസ് കൂടുകയും ചെയ്യും. അങ്ങനെ ഒരു റാഷണൽ സ്റ്റേറ്റ് ബിഹേവ് ചെയ്യുമോ? ഇല്ല. സോ ബിയോണ്ട് പോയിന്റ് ഇ S2 എന്ന് പറയുന്നത് മാർജിനൽ സോഷ്യൽ സാക്രിഫൈസ് ആണ്. P2 എന്ന് പറയുന്നത് മാർജിനൽ സോഷ്യൽ ബെനിഫിറ്റ് ആണ്. സോ ദിസ് ഗ്യാപ്പ് ഷോസ് എന്താണ് സൂചിപ്പിക്കുന്നത്? സാക്രിഫൈസ് കൂടുതലും ബെനിഫിറ്റ് കുറവുമാണെന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് നോട്ട് ഗുഡ് ഫോർ എ സ്റ്റേറ്റ്. ഒരു സൊസൈറ്റിക്ക് അത് ഗുഡ് അല്ല, അല്ലെങ്കിൽ ഒരു മെച്ചപ്പെട്ട ഒരു അവസ്ഥയല്ല കാണിക്കുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു പോയിന്റ്, ഈ ഒരു ഏരിയ നമ്മൾ കവർ ചെയ്ത് എവിടെ വരെ പോകും? P എന്ന് പറയുന്ന പോയിന്റിൽ പോകും. ആ പോയിന്റിനെയാണ് നമ്മൾ നെറ്റ് അഡ്വാൻറ്റേജ് മാക്സിമത്തിൽ എത്തുന്ന പോയിന്റ് എന്ന് പറയുന്നത്. അല്ലാതെ നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കും, ഈ ഒരു ഗ്യാപ്പില് P1 S1 എന്നും പറയുന്ന ആ ഒരു ഡിഫറൻസ് എന്താണ്? മാക്സിമം സോഷ്യൽ ബെനിഫിറ്റ് കൂടുതൽ കിട്ടുന്നതല്ലേ? സോ അവിടെയല്ലേ അച്ചീവ് ചെയ്യുന്ന മാക്സിമം സോഷ്യൽ അഡ്വാൻറ്റേജ് എന്ന് വിചാരിക്കരുത്. കാരണം ഇവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഇത്രയും നമ്മൾ മൂവ് ചെയ്യുമ്പോൾ നമുക്ക് മിസ്സാകുന്ന ഒരു എന്തുണ്ട്? ബെനിഫിറ്റ് ഉണ്ട്. അതൊരു റാഷണൽ സ്റ്റേറ്റ് വേണ്ടെന്ന് വെക്കുവോ? ഇല്ല. സോ ഇറ്റ് വിൽ കണ്ടിന്യൂ അപ് ടു പോയിന്റ് P. അപ്പൊ P എന്ന് പറയുന്ന പോയിന്റിൽ മാർജിനൽ സോഷ്യൽ സാക്രിഫൈസും മാർജിനൽ സോഷ്യൽ ബെനിഫിറ്റും
ഈക്വൽ ആകുന്നു എന്നാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ദിസ് ഈസ് അറ്റ് പോയിന്റ് പി. വാട്ട് ഈസ് അറ്റ് പോയിന്റ് പി? അറ്റ് പോയിന്റ് പി ദ നെറ്റ് അഡ്വാൻറ്റേജ് ഈസ് മാക്സിമൈസ്ഡ്. അതാണ് നമ്മൾ അണ്ടർലൈൻ ചെയ്യേണ്ട പോയിന്റ്. അറ്റ് ദ പോയിന്റ് വെയർ MSB കട്ട്സ് MSS curve. MSB equals MSS. Beyond this point, MSS is greater than MSB. Sacrifice is greater than benefit. സോ ആ ഒരു പോയിന്റ് ആരും ചൂസ് ചെയ്യത്തില്ല. അതിൽ തൊട്ട് മുൻപ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് മാക്സിമം സോഷ്യൽ അഡ്വാൻറ്റേജ് അറ്റൈൻ ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത് പോയിന്റ് പി ആകുന്നു. ഓക്കെ, അപ്പൊ മാക്സിമം നമ്മൾ എന്താണ് ഇവിടെ ഈ ഒരു തുടക്കത്തിൽ കാണുന്ന ഈ ഒരു ഗ്യാപ്പ് ഇങ്ങനെ വരെ വരുമ്പോഴത്തേക്കും സൊസൈറ്റിക്ക് കിട്ടാവുന്ന നെറ്റ് അഡ്വാൻറ്റേജ് മാക്സിമത്തിലെത്തും. ആ മാക്സിമത്തിലെത്തുന്ന പോയിന്റ് ആണ് പോയിന്റ് പി എന്ന് പറയുന്നത്. അതെങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം എന്ന് ഒരു സംശയം ചോദിച്ചിരുന്നു. അതെങ്ങനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? ഇതൊക്കെ പബ്ലിക് ഗുഡ് ആണ്. ഇതിന്റെ എഫിഷ്യൻസി നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ നമ്മൾ തിയററ്റിക്കലി എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെറ്റ് അഡ്വാൻറ്റേജ് ഈസ് മാക്സിമം അറ്റ് ദ പോയിന്റ് വെയർ MSB ഈക്വൽസ് MSS. അതാണ് അതിന്റെ പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇൻ ഷോർട്ട് നമ്മൾ എന്ത് മനസ്സിലാക്കിയ തിയറിയിൽ നിന്നും പബ്ലിക് ഫിനാൻസസ് ലീഡ്സ് ടു എക്കണോമിക് വെൽഫെയർ. നമ്മൾ പറഞ്ഞു ഒരു സ്റ്റേറ്റിന് റവന്യൂ എക്സ്പെൻഡിച്ചർ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. ഈ റവന്യൂ എക്സ്പെൻഡിച്ചർ അഡ്ജസ്റ്റ്മെന്റ് അതാണ് നമ്മൾ കൃത്യമായ സ്ട്രാറ്റജി അല്ലെങ്കിൽ ഒരു പാരാമീറ്റർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇതിനെ പ്ലാൻ ചെയ്യുന്നു. ഈ റവന്യൂ എക്സ്പെൻഡിച്ചർ അഡ്ജസ്റ്റ്മെന്റ് ദാറ്റ് ലീഡ്സ് ടു എക്കണോമിക് വെൽഫെയർ ഓഫ് ദ സൊസൈറ്റി. ഈ വെൽഫെയർ മാക്സിമൈസേഷൻ ഓഫ് വെൽഫെയറിന് കാരണമാകുന്നു എന്നാണ് നമ്മൾ ഈ തിയറിയിലൂടെ പറയുന്നത്. അതിന് നമ്മൾ എന്ത് ചെയ്യണം എന്നാ പറഞ്ഞത്? ഡിസ്യൂട്ടിലിറ്റി, ടാക്സ് കാരണം ഉണ്ടാകുന്ന ഡിസ്യൂട്ടിലിറ്റിയും പബ്ലിക് എക്സ്പെൻഡിച്ചർ കാരണം ഉണ്ടാകുന്ന യൂട്ടിലിറ്റിയുമാണ് നമ്മൾ അവിടെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടുന്നത്. ആ അഡ്ജസ്റ്റ്മെന്റിന്റെ റിസൾട്ട് എന്തായിരിക്കണം? അഡ്ജസ്റ്റ്മെന്റിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് നെറ്റ് അഡ്വാൻറ്റേജ് മാക്സിമത്തിൽ എത്തിക്കുക എന്നുള്ളതാണ് സ്റ്റേറ്റിന്റെ റോള്. ഇറ്റ് ഈസ് അറ്റൈൻഡ് ദ പോയിന്റ് വെയർ മാർജിനൽ സോഷ്യൽ സാക്രിഫൈസ് ഈക്വൽസ് മാർജിനൽ സോഷ്യൽ ബെനിഫിറ്റ്. ദിസ് ഈസ് അബൌട്ട് ദി തിയറം. ഇതിനെ കുറച്ച് അസംഷൻസ് ഉണ്ട്. നമ്മൾ അറിയാലോ ഒരു തിയറിയും നമുക്ക് നോർമൽ ഒരു എക്കണോമിക് സിസ്റ്റത്തിൽ ആപ്ലിക്കബിൾ ആണോ എന്ന് ചോദിച്ചാൽ അല്ല. വി ഫിക്സഡ് സർട്ടൺ പാരാമീറ്റേഴ്സ്. ഇൻകം ഫിക്സഡ് ആണ്, അത് ഫിക്സഡ് ആണ്, ഇത് ഫിക്സഡ് ആണ്. ഇങ്ങനെ കുറച്ച് അസംഷൻസ് ഉണ്ട്. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് സമപ്പ് ചെയ്യുന്ന നമ്മൾ ഈ എഴുതിയതുപോലെ ഒന്ന് രണ്ട് സെന്റൻസ് എന്താണ് വാട്ട് ദിസ് തിയറി സേസ് ഓൾ അബൌട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പബ്ലിക് ഫിനാൻസസ് ലീഡ്സ് ടു എക്കണോമിക് വെൽഫെയർ പ്രൊവൈഡഡ് സർട്ടൺ കണ്ടീഷൻസ്. ഇത്ര എഴുതി കഴിയുമ്പോൾ ആ തിയറി കംപ്ലീറ്റഡ് ആകും. ഇത് എസ്സേ ആണ്, നന്നായി പഠിക്കുക. ഡയഗ്രാം വളരെ മസ്റ്റ് ആണ്. തിയറി മാത്രം പോലെ ഡയഗ്രാം മസ്റ്റ് ആണ്. ഇത് എഴുതിയതിനു ശേഷം നമുക്ക് നന്നായിട്ട് പഠിച്ച് ഈ എസ്സേ മനഃപ്പാഠമാക്കാനായിട്ട് ഒരിക്കലും കാണാപ്പാഠം പഠിക്കരുത്, മനസ്സിലാക്കി പഠിക്കാനായിട്ട് ശ്രമിക്കണം.